കാസർഗോഡ് കേന്ദ്രീകരിച്ച് നിരോധിത നോട്ടുകൾ ഉപയോഗിച്ച് വൻ തട്ടിപ്പ് നടത്തുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മേൽപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഹനീഫയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് നിരോധിത നോട്ടുകൾ നിർമ്മിക്കുകയും ഇതുപയോഗിച്ച് തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് ആദ്യം വിവരം കിട്ടുന്നത്. ആന്ധ്ര സംഘത്തോടൊപ്പം പിടിയിലായ ഹനീഫയുടെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ട വിജയന്റെ വീട്ടിൽ നിന്ന് 55 ലക്ഷത്തോളം രൂപയുടെ വ്യാജ കറൻസികൾ കണ്ടെടുത്തു. നോട്ടെണ്ണുന്ന മെഷീനും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. 2000-ന്റെ ഒരു 2600 പഴയ നോട്ടുകളും 1000-ന്റെ ഒരു 120ഓളം നോട്ടുകളും 500-ന്റെ ഒരു 400 നോട്ടുകളും ഞങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്. പഴയ നിരോധിക്കപ്പെട്ട നോട്ടുകളുടെ ഫേക്ക് നോട്ടുകളാണ്. റിസർവ് ബാങ്കിലെ ഏജന്റുകൾ മുഖേന നിരോധിത നോട്ടുകൾ മാറാൻ കഴിയുമെന്നാണ് ആന്ധ്ര സ്വദേശികളുടെ വാഗ്ദാനം. നൽകുന്ന നിരോധിത നോട്ടുകളുടെ പകുതി മൂല്യമുള്ള യഥാർത്ഥ പണം നിരോധിത നോട്ടുകൾ നൽകിയവർക്ക് മടക്കി നൽകും. ആന്ധ്ര സ്വദേശികളെ കബളിപ്പിക്കാൻ മലയാളികളായ പ്രതികൾ കോടിക്കണക്കിന് രൂപയുടെ വ്യാജ കറൻസികൾ നിർമ്മിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ പണം ഉപയോഗിച്ച് ആന്ധ്രയിലെ നോട്ട് വെളുപ്പിക്കൽ സംഘത്തെ കബളിപ്പിച്ചെന്നും പണം തട്ടിയെടുത്തെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. നിരോധിത നോട്ടുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്ന പ്രതികളുടെ ആന്ധ്ര ഹൈദരാബാദ് ബന്ധങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.